നമുക്കിന്ന് ഒരു സ്കാൻഡ് ഇമേജ് എങ്ങനെയാണ് പിന്നെ എഡിറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. അതായത് ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് പലതും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിച്ച് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. എങ്കിലും നമുക്ക് ഇതുപോലത്തെ ഇതൊരു പഴയ ടൈപ്പ് ഒരു ഇമേജാണ്. ഇതിനകത്തൊരു യെല്ലോയിഷ് ടോണുണ്ട്. അങ്ങനെ ഈസി ആയിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഇതിനകത്ത് എന്താ വേണ്ടത്, ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിനകത്ത് കൺട്രോൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. നമ്മൾ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതിനകത്ത് ലോക്കുണ്ട്. അപ്പോൾ കൺട്രോൾ കൊടുത്ത് ഞാൻ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് ഓഫ് ചെയ്ത് വയ്ക്കുന്നതാണ്. ഇതെനിക്ക് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇത് ചെയ്യുന്നു. ഇപ്പോൾ ആവശ്യമൊന്നുമില്ല എങ്കിലും ഞാനിത് ചെയ്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ പഠിപ്പിക്കാൻ വേണ്ടി. ഇനി അടുത്ത ഇവിടെ പോകുന്നത് ഇമേജിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് ലെവൽ എന്നുണ്ട്. അതിൻ്റെ പേര് കൺട്രോൾ എൽ എന്നാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, കൺട്രോൾ എൽ അടിച്ച് ലെവലിലടിക്കും. ഓക്കെ, അപ്പോൾ ലെവൽ എൻ്റെ ഇത് സ്ക്രീൻ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ഈ ടൂൾസ് കാണുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ആ ടൂൾസിലൊന്ന് സാമ്പിൾ ഇൻ ഇമേജ് ടു സെറ്റ് വൈറ്റ് പോയിൻ്റ്. അപ്പോൾ ഇതൊരു ജസ്റ്റ് എടുത്തിട്ട് ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, വൈറ്റ് ആയണ്ട. എന്നിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഡാർക്ക് ചെയ്യുന്നു. കുറച്ചുകൂടെ ഡാർക്കായില്ലേ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇതിനകത്ത് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇമേജ് എല്ലാം കുഴപ്പമില്ല വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഡെഡ് കിടപ്പുണ്ട്, ഒരു അഴുക്ക്. അത് മാറ്റാൻ എന്ത് ചെയ്യാൻ നോക്കാം. അത് ഒന്നി നമുക്ക് ഇത് ഏതെങ്കിലും സെലക്ഷൻ എടുത്താൽ മതി. ആ സെലക്ഷൻ എടുത്താൽ സെലക്ട് ഏരിയയിൽ അങ്ങനെ വരച്ചു കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വേറൊരു സെലക്ഷൻ എടുത്തിട്ട് ഇതാണ്ട് ഈ സെലക്ഷൻ എടുക്കുന്നു, ഇവിടെ വരയ്ക്കുന്നു ജസ്റ്റ് ഇങ്ങനെ കണ്ട. എന്നിട്ട് ഇനി നമ്മൾ അറിയേണ്ടത് ഇവിടെ ഇത് മാറിപ്പോകാൻ വേണ്ടി അതിൻ്റെ എറേസ് ചെയ്ത് പോകാൻ വേണ്ടി എഡിറ്റ്. അപ്പോൾ ഇത് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. എന്ത് ചെയ്താലും നമുക്ക് വൈറ്റ് കളർ അടിക്കുകയോ എറേസ് ചെയ്താലും പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ലാതെ ഒരു ഇമേജ് ഇങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം എഡിറ്റ് ഫിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അല്ല, ഇതിനകത്ത് കണ്ടൻറ്റ് ഒക്കെ നോക്കുക, ബാക്കിയെല്ലാം ഓക്കെ കൊടുക്കുക. ആ ഇമേജ് ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ കൺട്രോൾ ഡി കൊടുത്ത് ഞാൻ ഡീസെലക്ട് ചെയ്തു. ഞാൻ അടുത്തൊരു വേറൊരു ഇമേജ് നോക്കാം. അപ്പോൾ ഇത് ഞാൻ വരച്ചൊരു ഇമേജാണ്. അപ്പോൾ അത് സ്കാൻ ചെയ്തുകൊണ്ടപ്പോൾ ഇതുപോലെയാണ് കാണുന്നത്. ഇവിടെയൊക്കെ ഒരു ചുളിവുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. കൺട്രോൾ കൊടുത്ത് ഞാൻ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഓക്കെ, പിന്നെ എന്താ വേണ്ടത്, ഇതിന് താഴത്തെ ഞാൻ ഓഫ് ചെയ്യുന്നു. കൺട്രോൾ എൽ കൊടുത്ത് അതിനെ എന്ത് ചെയ്യുന്നു, ലെവൽസ് കൊണ്ടുവന്നു. അതിനകത്ത് ഈ ടൂൾസ് എടുക്കുന്നു. ആ പിക്കിംഗ് ടൂൾ എടുത്ത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇത് കൂടിപ്പോയാൽ സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ചെയ്യാം. അപ്പോൾ ഓക്കെ, ക്യാൻസൽ കൊടുത്തിട്ട് നമുക്ക് കൺട്രോൾ എൽ ഒന്നും കൂടെ അടിക്കുന്നു. ഇവിടെ എടുത്തിട്ട് ഇത്രയും മതി, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരുപാട് അതിൻ്റെ മൊത്തം ക്വാളിറ്റിയും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ ഡാർക്ക്നെസ് കൂട്ടുന്നു. അപ്പോൾ എനിക്കൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഓക്കെ കൊടുക്കുന്നു. പിന്നെ നമ്മൾ അറിയേണ്ട നേരത്തെ കണ്ട അതേ ഇത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഈ ഒരു പോർഷൻ ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നു, സെലക്ട് ചെയ്തിട്ട് അത് ഉപയോഗിച്ച ടൂൾസ് അറിയാമല്ലോ, ഇതാണ്. എന്ത് ടൂൾസാണത്? ലാസോ ടൂൾ ഉപയോഗിച്ച് ഞാൻ ഏരിയ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് എവിടെയാണ് എഡിറ്റ് ഫിൽ എന്നുള്ള ഓപ്ഷൻസ്, ഫില്ലിൽ പോയിട്ട് ഇത് എല്ലാം ഓൺ ചെയ്തിരിക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, കൺട്രോൾ ഡി കൊടുത്തിട്ട് ഞാൻ ആ ഏരിയ ഡീസെലക്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പേരിൻ്റെ ഇവിടെ ഈ വർക്ക് അത്ര ഒരു ക്ലിയർ ഇല്ല. അത് നമുക്കിങ്ങനെ എഡിറ്റ് കുറച്ചുകൂടെ ഡാർക്ക്നെസ് കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ നോക്കാം. ഞാൻ ആ ഏരിയ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്ത് സെലക്ട് ചെയ്താൽ മതി. അതെനിക്കൊന്ന് ഏകദേശം ആയിട്ടുണ്ടാകും. പിന്നെ നമുക്കറിയാം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടണമെങ്കിൽ, ആ ഏരിയയുടെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, കൺട്രോൾ കൊടുത്തപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് വർക്കല എന്നുള്ള ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണ്ട, അത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ വേണ്ടത് ഇതിൻ്റെ മൾട്ടിപ്ലൈ, ഞാൻ ഡാർക്ക്നെസ് കൂടാൻ വേണ്ടിയാണ്. നോർമലിനകത്ത് പോയിട്ട് ഈ മൾട്ടിപ്ലൈ കൊടുത്തു പോകും. നോർമൽ മാറിയിട്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ. ഇപ്പോൾ ഡാർക്ക്നെസ് ഇവിടെ കൂടുന്നുണ്ട്. വർക്കല എന്നുള്ള പോർഷനിൽ ഇവിടെ ഇപ്പോൾ ഡാർക്ക്നെസ് കൂടുന്നു, ശ്രദ്ധിച്ചാൽ മതിയാവും. മൾട്ടിപ്ലൈയിൽ ഡാർക്ക്നെസ് കൂടി. വീണ്ടും എനിക്ക് ഡാർക്ക്നെസ്, ഇപ്പോൾ ഇത് നോർമൽ മാറിയിട്ട് മൾട്ടിപ്ലൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ വീണ്ടും ഒന്ന് ഡാർക്ക്നെസ് കൂട്ടണമെങ്കിൽ കൺട്രോൾ കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിൻ്റെ വീണ്ടും ഒരു കോപ്പി വന്ന്, അപ്പോൾ ഒരുവിധം ഡാർക്ക്നെസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ പക്ഷേ ചിലപ്പോൾ ഓവറായി പോകണ്ട, കുഴപ്പമില്ല. ഇവിടെ ചെറിയൊരു ഡേറ്റ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിപ്പോൾ ഒരുപാട് ലെയറായി, മൾട്ടിപ്ലൈയുടെ തന്നെ ഒരുപാട് ലെയറായി വർക്കലയുടെ. അപ്പോൾ എനിക്ക് ഡാർക്ക്നെസ് കിട്ടി. അപ്പോൾ ഞാനിത് വേണമെങ്കിൽ ഇതെനിക്കൊന്ന് ഇത്തിരി കൂടി ഇവിടെ ചില കൂടുതൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഡാർക്ക്നെസ്. അപ്പോൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയി ഡിലീറ്റ് കൊടുത്തത് വേണ്ട, 2 മതി എന്നുള്ളത്. അപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് മതിയെന്ന് വയ്ക്കുക.
അപ്പോൾ ഇതിപ്പോൾ ഇത്രയും ലെയർ കിടക്കുന്നത്. അപ്പോൾ ഇത് ലെയർ എന്ന് പ്രശ്നമെന്ന് വെച്ചാൽ ഇത് ഒരു ലെയറല്ല, പല ലെയറാണ്. എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ വന്നാൽ മതി, ഈ ലെയറിൻ്റെ കൂടെ ഏതാണ് നമ്മൾ ആ വരച്ച ഡ്രോയിങ്ങിൻ്റെ കൂടെ വന്നാൽ മതി. അതെനിക്ക് പിന്നെ എനിക്ക് എഡിറ്റിംഗ് ഒന്നും എനിക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ലെയറിനെ നമുക്ക് ഒന്നാക്കാം. ഇതെല്ലാം കൂടെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടെ സെലക്ഷൻ കിട്ടി. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മെർജ് ലെയർ. അപ്പോൾ എന്താ സംഭവിച്ചത്? ലെയറെല്ലാം ഒന്നായിട്ടുണ്ടാവും. ഇതുപോലെ നമുക്ക് ലെയറിനെ ഒന്നാക്കി വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇത് സൂം ഔട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ മൾട്ടിപ്ലൈയുടെ ഒരു വേറൊരു ഉപയോഗം, ഇപ്പോൾ ഈ ഇമേജിനെ തന്നെ മൾട്ടിപ്ലൈ കൊടുത്തു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇതിനെ എടുത്തിട്ട് ഇപ്പോൾ Ctrl+J കൊടുത്ത് ഓക്കെ ഇതിനെ നോർമൽ മാറ്റിയിട്ട് ഇപ്പോൾ മൾട്ടിപ്ലൈ കൊടുത്ത് നോക്കാം. അപ്പോൾ അവിടെ നിന്ന് ഡാർക്ക്നെസ് ആവും. കണ്ടാ, കുറച്ചുകൂടെ ഡാർക്ക്നെസ് ആയതുകൊണ്ട് അത് എനിക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം. കണ്ടാ, അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് എങ്ങാനും ആഡ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നോക്കുക. ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കളർ മൊത്തം ഫില്ല് ചെയ്യുക. കളർ അല്ലെങ്കിൽ ഇമേജ് കൊണ്ടിട്ടാലും മതി. ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ഗ്രേ കളറോ എന്തെങ്കിലും എന്ത് കളറെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ യെല്ലോ ആക്കോട്ടെ, അറിയാൻ പറ്റില്ല. ഈ ഒരു ഷെയ്ഡ് കളർ ഫില്ല് ചെയ്യാതെ ഷോർട്ട് കട്ട് നമുക്കറിയാം, ആൾട്ട് _, കളർ ഫില്ല് ചെയ്ത്. ഇതിപ്പം മുകളിലത്തെ ലെയർ ആയതുകൊണ്ടാണ് നമുക്കത് കാണാൻ കഴിയാത്തത്. ഞാനത് താഴോട്ട് കൊണ്ടുവരാം. നമ്മൾ ഷോർട്ട് കട്ട് പഠിച്ച് എന്തായിരുന്നു, Ctrl റൈറ്റ് ബട്ടൺ ലെഫ്റ്റ് ബട്ടൺ താഴോട്ട് പോയാൽ, അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ബട്ടൺ അടിച്ച് ഒരു സ്റ്റെപ്പ് താഴോട്ട് വന്നു. അപ്പോൾ ഇത് സ്റ്റെപ്പ് താഴോട്ട് വന്നപ്പോൾ നമുക്ക് ഇമേജ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കളർ നിങ്ങൾക്ക് വേറെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേറൊരു കളർ ഇട്ടുതരാം. Ctrl പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ സെലക്ഷൻ കിട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് Ctrl പ്രസ് ചെയ്താൽ വീണ്ടും ആ ഒരു ഏരിയയുടെ സെലക്ഷൻ കിട്ടും. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ വേറൊരു കളർ റെഡ് അല്ലെങ്കിൽ ഓക്കെ ആൾട്ട് _ കളർ അടിച്ച് ഓക്കെ Ctrl+D കൊടുത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതിനൊരു ട്രാൻസ്പെറൻസി സ്വഭാവം വന്നു. ഇതൊരു നോർമലാണ് ഞാൻ കൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് ഇതുപോലെ തന്നെ കാണും. എൻ്റെ താഴത്തെ ലെയറിനകത്ത് ഞാൻ ഇത് ഈ ഇമേജ് വരികയാണെങ്കിലും ഈ ബാക്കി സ്പേസിലെ വൈറ്റ് മൊത്തം വൈറ്റ് ആയിട്ടും തന്നെ കാണും. മറ്റേതാണെങ്കിൽ ഈ ബ്ലാക്ക് അതിൻ്റെ കഴിഞ്ഞിട്ട് ബാക്കി വൈറ്റിൻ്റെ ഏരിയ ഒരു ട്രാൻസ്പെറൻസി സ്വഭാവം വരും. അപ്പോൾ ജസ്റ്റ് നോക്കുക, മൾട്ടിപ്ലൈ വീണ്ടും ചെയ്ത് നോക്കുക. ഇതാണ് മൾട്ടിപ്ലൈയുടെ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ബ്ലെൻഡിങ് മോഡിനകത്ത് ഓപ്ഷൻസ് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആവശ്യമായ ഡിസൈൻ ചെയ്യുമ്പോൾ ആർക്കിടെക്ചർ ഡിസൈനും മറ്റും ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമായ ഇതുപോലുള്ള ബ്ലെൻഡിങ് ഓപ്ഷൻസിൽ ആവശ്യമായ പരീക്ഷണങ്ങൾ നടത്തി നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷൻസിൻ്റെ ഗുണവും പറയുന്നത്. അപ്പോൾ ഇതിനെ തൽക്കാലം മൾട്ടിപ്ലൈ ആയിട്ടുണ്ട്. നമുക്ക് സ്കാനിങ് ഇപ്പോൾ വളരെ എളുപ്പമാണ്. കാരണം ഇപ്പോൾ മൊബൈലിൽ തന്നെ പലതരം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ ഒരു ക്ലിയർ സ്കാൻ എന്ന ആപ്ലിക്കേഷൻസാണ്. ഇതിൻ്റെ ഒരു പരസ്യമൊന്നുമല്ല, ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്കുണ്ട്. ഞാനപ്പോൾ അത് ക്ലിയർ സ്കാൻ എന്നുള്ള ആപ്ലിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്തിട്ട് ഓക്കെ. അതിനകത്ത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇതിൽ ക്യാമറ ഓൺ ചെയ്യുന്നു. ഇതിനകത്ത് ലൈറ്റ് കൂട്ടുന്നതും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതിനിപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് ഫോട്ടോ എടുക്കണം. ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന മുമ്പേ അതിൻ്റെ നല്ല ക്യാമറ നന്നായിട്ട് തുടയ്ക്കണം. ഇപ്പോൾ ഈ ഒരു ഇമേജ് ഞാനിപ്പോൾ വരച്ചൊരു ഇമേജാണ്, ഡ്രോയിങ് ഷീറ്റിൽ കിടക്കുകയാണ്. ജസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഒന്ന് ആദ്യം വന്ന് അതിനെ എന്ത് ചെയ്യുന്നു, വേട്ടം കൂട്ടണമെങ്കിൽ നമുക്ക് ഇതിൽ പിടിച്ച് പതുക്കെ നോട്ടിയാൽ കുറച്ചുകൂടെ ലൈറ്റ് കൂടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഞാനിതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്നു. അപ്പോൾ പിക്ചർ നമുക്ക് എടുത്തിട്ടുണ്ട്, ആ ഇമേജിൻ്റെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയിട്ട് ഓക്കെ കൊടുക്കുന്നു. ഇതിപ്പോൾ ബ്ലറായിപ്പോയി, ആ പിക്ചർ കണ്ട അത് ഷേക്ക് ആയതുകൊണ്ടാണ് ബ്ലറായത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ബ്ലറായി, ഷേക്കായിപ്പോയതാണ്. അപ്പം ഷേക്ക് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് വേറെ എന്ത് ചെയ്യാം, ഒരു മെത്തേഡെന്ന് പറയുന്നത്, ഞാനിപ്പോൾ അത് പ്രസ് ചെയ്തതാണ് ഷേക്ക് ആയത്. ഞാൻ ഷേക്ക് ആവാതിരിക്കാൻ, കൂടുതൽ ഷേക്ക് ആവാതിരിക്കാൻ വേണ്ടി നമ്മളെ മൊബൈലിൻ്റെ നമുക്ക് ടൈമർ കൊടുത്താലും മതി. ടൈമർ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കൂടുതൽ ഷേക്ക് ആവാതിരിക്കും. ഇപ്പോൾ ഇവിടെ എടുത്തിട്ട് ഞാനതെടുത്ത് ഇവിടെ ടൈമിംഗ് ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2 സെക്കൻഡ് എങ്ങനെ കൊടുക്കാം. ഓക്കെ, ടൈമിൽ ഓക്കെ 2 സെക്കൻഡ് എടുത്ത് എന്നിട്ട് ഞാൻ പതുക്കെ ഒന്ന് പ്രസ് ചെയ്യാം. ഒന്ന് മുകളിലോട്ടെടുത്ത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് തന്നെയാണ് അതിൻ്റെ ഇത് കറക്റ്റായിട്ടുണ്ട്. എന്താണ് നമ്മൾ ആ ബോർഡിൻ്റെ ലൈൻസ് കണ്ട നമ്മൾ കറക്റ്റായിട്ട് ആ പേപ്പർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കറക്റ്റായിട്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സൂം ചെയ്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നിന്നിട്ട് തന്നെ സൂം ചെയ്തിട്ട് കുറച്ച് ക്ലിയർ കൊടുക്കണം. ഇവിടെ സൂം കാണിക്കുന്നുണ്ട്, നമുക്ക് അതിന് മുകളിലോട്ട് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അത് വൃത്തിയായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രൊപ്പോർഷനിൽ കിട്ടാൻ വേണ്ടിയാണ് സ്കാൻ ചെയ്യുമ്പോൾ. എന്നിട്ട് ഞാൻ ടിക്ക് കൊടുക്കുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. ഇതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. ഒറിജിനൽ ഇതുപോലെയാണ് ഇരിക്കുന്നത്, മങ്ങിയതുപോലെ വരും. അത് ഒറിജിനൽ കളറിലതായിരിക്കും, ഫോട്ടോ എടുക്കുന്ന കളറിൻ്റെ ഉള്ളത് ഇതുപോലെ. പിന്നെ ഡോക്യുമെൻ്റ് എന്നുള്ളതുണ്ട്, അത് നല്ല വൈറ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ നോക്കാം, സൂം ചെയ്ത് നോക്കാം, അത് കുഴപ്പമില്ല. ക്ലിയർ നോക്കാം, അത് കുറച്ചുകൂടെ പോയത്. അപ്പോൾ ഞാൻ ഡോക്യുമെൻ്റ് എടുക്കുക, അത് പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നിട്ട് ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യുക. ഓക്കെ, അതിനകത്ത് എന്നിട്ട് നമുക്കത് ഷെയർ ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യാം, ഇപ്പോൾ PDF ഉണ്ട്, JPEG ഉണ്ട്. ഇപ്പോൾ PDF ആയിരിക്കും കുറച്ച് നല്ലത്, വെച്ചാൽ ക്വാളിറ്റി കൂടുതൽ PDF ആയിരിക്കും. എന്നിട്ട് ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യാം, PDF എടുത്തിട്ട് ഞാൻ എൻ്റെ Gmailനകത്തിട്ട് കൊടുക്കുക. പിന്നെ സ്വന്തം ഇമെയിൽ തന്നെ നമുക്കത് ഷെയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ വാട്സപ്പിലോട്ട് നമ്മളൊരു ഇമേജ് അയക്കുമ്പോഴത്തേക്കും നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നതായി കാണാറുണ്ട്. അതായത് പ്രിൻറ്റിങ്ങിനൊക്കെ വേണ്ടി നമുക്ക് വാട്സപ്പിൽ വഴി ചിലപ്പോൾ അയക്കുന്നതൊക്കെ അത്ര പ്രായോഗികമല്ല, അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്സപ്പിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ അയക്കാമെന്ന് വെച്ചാൽ, അത് നമുക്ക് നമ്മൾ അറ്റാച്ച്മെൻറ്റ് എടുക്കുക, അറ്റാച്ച്മെൻറ്റ് പ്രസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യാം, അതിൽ ഡോക്യുമെൻ്റ് എന്നൊരു സാധനം കാണും, കണ്ടോ, ഡോക്യുമെൻറ്റ്. ആ ഡോക്യുമെൻറ്റ് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് ഇമേജാണ് അയക്കാനുള്ളത് ആ ഇമേജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സെൻഡ് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. ഇതുപോലെ അയക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഇമേജ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് വാട്സപ്പിൽ ഇമേജ് ക്വാളിറ്റി നഷ്ടപ്പെടാതെ അയക്കാൻ പറ്റും.